90ാമത് ശിവഗിരി തീർത്ഥാടനം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യുന്നു. ഇദ്ദേഹം തന്റെ സ്വന്തം ഗ്രാമത്തിൽ തന്നെ ഒരു സ്റ്റേഷനറി ബിസിനസ് നടത്തി മാസത്തിൽ 2 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. സ്വന്തം ഗ്രാമത്തിൽ നിങ്ങൾക്കും തുടങ്ങണമെന്നുണ്ടോ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. Brothers and sisters, I will deliver my speech in Hindi and that will be translated by my colleague Padmanabhan ji. Brahmarshi Satchidanand Swami Ji Maharaj, President Shivgiri Dharma Sangathan Trust, and the dynamic, seasoned and son of soil, Sri V. Muralidharan, Union Minister of State for External Affairs and the Parliamentary Affairs, Mr. K.G. Baburajan, Chairman, Organizing Committee of the Tirthadanam, and Sri Gokulam Gopalan, Sri Deepu Ravi, Chief Editor of the Kerala Comedy, Sri R. Vinod, Sri K. Babu, and local MLA, and Sri K. Surandan, Sahodara Sahodariyare, Priyapetta, Gurudeva, Bhaktare, Namaskaram. ब्रदर्स एंड सिस्टर्स, आज इस विशाल तीर्थाटन महोत्सव में पूज्य संतों के आशीर्वाद और श्री नारायण गुरु जी की कृपा से मुझे आप सबके बीच उपस्थित होने का सौभाग्य प्राप्त हुआ है और यहाँ जिस स्पिरिचुअल ब्लिस को मैं अनुभव कर रहा हूँ उसे मैं वर्ड्स में एक्सप्रेस नहीं कर सकता. ശ്രീനാരായണ ഭക്തരെ നമസ്കാരം. ഇന്ന് ഈ മഹത്തായ തീർത്ഥാടന മഹോത്സവത്തിൽ ആദരണീയരായ പൂജ്യരായ സന്യാസി ശ്രേഷ്ഠന്മാരുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും കൃപ കൊണ്ട് ഇവിടെ പങ്കെടുക്കാനും നിങ്ങളുടെ കൂടെ ഇരിക്കാനും എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സൗഭാഗ്യകരമായ ഒരു കാര്യമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. सबसे पहले मैं केरल की इस पावन धरती को शीश झुकाकर नमन करता हूं और इस मिट्टी ने ऐसे ऐसे महान सेंट्स, फिलोसफर्स और पोएट्स पैदा किए हैं जिन्होंने अपने ज्ञान, भक्ति और साहित्यिक रचनाओं के माध्यम से न केवल आम जन के हृदय में उच्च आदर्श और मूल्यों की स्थापना की है बल्कि समस्त राष्ट्र को एक सूत्र में पिरोने का काम किया है. ഇന്നിവിടെ വരാൻ സാധിച്ചതിൽ ഞാൻ അനുഭവിക്കുന്ന ആത്മീയമായ ആനന്ദം അത് വാക്കുകളിൽ വിവരിക്കാൻ സാധിക്കാത്തതാണ്. കേരളത്തിന്റെ ഈ പരിപാവനമായ ഈ ഭൂമിയെ ഞാൻ നമസ്കരിക്കുകയാണ്. ഈ മണ്ണിൽ നിരവധി മഹാന്മാരായ സന്യാസി ശ്രേഷ്ഠന്മാരും തത്വചിന്തകരും കവികളും ജനിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഭക്തിയുടെയും അതുപോലെ തന്നെ സാഹിത്യ രചനകളും നടത്തിയിട്ടുണ്ട്. അവരുടെ വിജ്ഞാനം സാധാരണക്കാരനായി പകർന്നു നൽകിയിട്ടുണ്ട്. അങ്ങനെ ആ പ്രവൃത്തിയിലൂടെ അവർ സാധാരണക്കാരന്റെ മനസ്സുകളിലേക്ക് ഉന്നതമായ ആദർശങ്ങളും അതുപോലെ തന്നെ സങ്കല്പങ്ങളും മൂല്യങ്ങളും എത്തിച്ചു എന്നുള്ളത് മാത്രമല്ല ഈ സമസ്ത രാജ്യത്തെയും ഈ രാഷ്ട്രത്തെയും ഒരു നൂലിൽ കോർത്തിണക്കുവാൻ അവർക്ക് സാധിക്കുകയുമുണ്ടായി. यहीं के एक छोटे से गांव कालड़ी के आचार्य शंकर ने जिस तरह पूरे भारत की यात्रा कर राष्ट्र को कल्चरली,
इंटीग्रेट किया है वह अपने आप में अनप्रेसिडेंटेड था। अद्वैतवाद की फिलॉसफी के माध्यम से उन्होंने जीव और परमात्मा के वननेस का जो प्रिंसिपल दिया वह भी आज देश की आत्मा में रचा बसा हुआ है। ഈ കൊച്ചു കേരളത്തിൽ ഒരു ചെറിയ ഗ്രാമമായ കാലടിയിൽ നിന്നും ആദി ശങ്കരാചാര്യ സ്വാമികൾ ഈ ഭാരതം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ട് ഈ ഭാരതത്തെ ആധ്യാത്മികമായി ഏകോപിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ആ ചെയ്ത ആ പ്രവൃത്തി മുമ്പെങ്ങും ഉണ്ടാവാത്ത രീതിയിലുള്ളൊരു പ്രവൃത്തിയാണ്. തന്റെ അദ്വൈത സിദ്ധാന്തമെന്ന തത്വചിന്തയിലൂടെ അദ്ദേഹം ഈ രാജ്യത്ത് എല്ലാത്തിൻ്റെയും ഏകത്വം, ആ ഏകത്വത്തിന്റെ സിദ്ധാന്തം, ആ സങ്കല്പം ഈ രാജ്യത്ത് മുഴുവൻ എല്ലാവർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. എല്ലാം ഒന്നാണ് എന്നുള്ള തത്വം അദ്ദേഹം ബോധ്യപ്പെടുത്തുകയുണ്ടായി. श्री नारायण गुरु जी भी निस्संदेह कल्चरल यूनिटी को समृद्ध करने वाली एक कड़ी का एक ऐसा नाम है जिन्होंने न केवल केरल की जनता को बल्कि समस्त भारत की जनता, बल्कि मैं कहूं बाहर के देशों के लोगों को भी समान रूप से प्रभावित किया है और उन्हें भारत और भारतीयता के साथ जोड़ा है. ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം ഈ സാംസ്കാരികമായ ഏകത്വം, ആ സാംസ്കാരികമായ ഏകത്വം ഈ ലോകത്ത് നടപ്പിലാക്കിയ വ്യക്തിയാണ്. അദ്ദേഹം നടപ്പിലാക്കിയ ഈ സങ്കല്പം കേരളത്തിലെ ജനങ്ങളെ മാത്രമല്ല ഈ സമ്പൂർണമായ ഭാരതത്തിലെ ജനങ്ങളെയും സ്വാധീനിച്ചു എന്നുള്ളതാണ്. മാത്രവുമല്ല, വിദേശ രാജ്യങ്ങളിൽ പോയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചിന്തകളിൽ, ഏകത്വ ചിന്തകളിൽ സ്വാധീനിക്കപ്പെട്ട വലിയൊരു സമൂഹം ഭാരതത്തിന്റെ പുറത്ത് ഭാരതീയതയുമായി ആ രീതിയിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. साथियों, आप सभी डिवोटीज को देखकर मेरा मन बहुत बड़ा गदगद हो रहा है और आप सबको जब मैं एक ही रंग में रंगा और एक ही भाव में रमा यहाँ एकत्रित देख रहा हूँ तो यह अनुभव कर पा रहा हूँ कि आप सभी बिना किसी भेदभाव के समता की भावना के साथ एक दूसरे के साथ एकाकार हो गए हैं और यह समागम दुनिया को एक संदेश देने के लिए पर्याप्त है और वह है भारतीय संस्कृति में निहित मानव मात्र की समता और समानता यानी इसेंशियल ह्यूमन इक्वालिटी. സുഹൃത്തുക്കളെ, നിങ്ങളെ എല്ലാവരെയും ഇവിടെ ഒരേ നിറത്തിലും ഒരേ ഭാവത്തിലും കാണാൻ സാധിക്കുന്നതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊരു ഭയങ്കരമായ ഏകതാ ഭാവമാണ്. അത് ഞാൻ അനുഭവിക്കുകയാണ്, നിങ്ങളും അനുഭവിക്കുകയാണ്. ഈ കൂടിയിരിക്കുന്ന ആളുകളുടെ യാതൊരു തരത്തിലുള്ള ഭേദഭാവങ്ങളും വ്യത്യാസങ്ങളുമില്ല. എല്ലാവരും ഒന്നാണെന്ന സങ്കല്പത്തിലാണ് നിങ്ങൾ ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്നത്. ഇത് ലോകത്തിനുള്ളൊരു സന്ദേശമാണ്. ആ സന്ദേശം ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നിന്നും ഉടലെടുത്തൊരു സന്ദേശമാണ്. ആ സന്ദേശത്തിന്റെ അടിസ്ഥാന തത്വം അത് മനുഷ്യരെല്ലാവരും ഒന്നാണ്, തുല്യരാണ് എന്നുള്ള സങ്കല്പമാണ്. साथियों, आज हमारे पास गर्व करने के लिए जो भी चीजें हैं, जो भी विरासतें हैं, उसमें हमारी कल्चरल हेरिटेज ये सबसे प्रमुख है. हमारी संस्कृति विश्व की प्राचीनतम संस्कृतियों में से एक है और इसने भारत देश के साथ साथ दुनिया भर के जीवन जीने की राह दिखाई है. लिबर्टी, इक्वालिटी, फ्रेटर्निटी और वर्ल्ड पीस के जिन सिद्धांतों की ओर आज दुनिया आगे बढ़ रही है, इसके सूत्र हमारे भारतीय संस्कृति में ही दिखाई देते हैं. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ കൈവശം എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ, ഏതൊക്കെ രീതിയിലുള്ള ഔന്നത്യങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ടോ, അതിലേറ്റവും അഗ്രഗണ്യമായിട്ടുള്ളത് നമ്മളുടെ സാംസ്കാരികമായ പാരമ്പര്യമാണ്. ആ സാംസ്കാരിക പാരമ്പര്യം നാം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അത് നമ്മുടെ പുരാതനമായ സംസ്കാരമാണ്. ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിന് പുറത്തും 3 തത്വങ്ങൾ വളരെയധികം വേരോട്ടം നേടിയിട്ടുണ്ട്. ഒന്ന് സ്വാതന്ത്ര്യം, മറ്റൊന്ന് തുല്യത, 2 സാഹോദര്യം, അതോടൊപ്പം തന്നെ ലോക സമാധാനവും. ഈ 3 സിദ്ധാന്തങ്ങളും ഇന്ന് ലോകത്ത് വ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ സിദ്ധാന്തങ്ങളെല്ലാം തന്നെ ഭാരതീയ സംസ്കാരത്തിലും നമുക്ക് കാണാൻ സാധിക്കും. कई बार भारतीय परंपरा और चिंतन धारा पर यह आरोप लगता है कि यहाँ लिबर्टी, इक्वालिटी और फ्रेटर्निटी के कंसेप्ट पर अपेक्षाकृत विचार नहीं किया गया है. यह कंसेप्ट अगर यहाँ पहुंचा है तो यह वेस्टर्न रेनेसां अथवा फ्रेंच रिवॉल्यूशन के माध्यम से हमारे यहाँ पहुंचा है. यह बात बिल्कुल सही नहीं है.
പലപ്പോഴും നമ്മുടെ സങ്കല്പങ്ങളെപ്പറ്റി നമ്മുടെ ചിന്താധാരയെപ്പറ്റി ഒരു ആരോപണം ഉണ്ടാവാറുണ്ട്. അതായത് സ്വാതന്ത്ര്യം, തുല്യത, അതോടൊപ്പം തന്നെ സാഹോദര്യം എന്നുള്ള ഈ സങ്കല്പങ്ങളെല്ലാം തന്നെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടായിരുന്നില്ല, നമ്മൾ അപരിഷ്കൃതരായിരുന്നു എന്നുള്ളൊരു സങ്കല്പമുണ്ട്. എന്നാൽ അത് തെറ്റാണ്. ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് ഉടലെടുക്കുന്നതിന് മുമ്പ്, അതായത് ഫ്രഞ്ച് വിപ്ലവത്തിലാണ് ഇതുണ്ടായത്. ആ ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ ഇത് ഇവിടെ എത്തുന്നതിന് മുമ്പും ഇത് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അത് ആ വിപ്ലവത്തിലൂടെയാണ് ഇവിടെ എത്തിയത്, പാശ്ചാത്യരിലൂടെയാണ് ഇവിടെ എത്തിയത് എന്നുള്ള വാദം തെറ്റാണ്. यह जरूर है कि दुनिया के अनेक देशों की तरह भारत भी इन इवेंट से प्रभावित हुआ और उनसे हमने सीख ली, पर ह्यूमन इक्वलिटी का कंसेप्ट इनके बहुत पहले से बड़ी गंभीरता के साथ हमारे एंशिएंट लिटरेचर में विद्यमान है। बल्कि उससे कहीं आगे बढ़ते हुए मैं यह भी कहना चाहूंगा कि वेस्ट में तो मानव मानव के बीच समता, समानता और बंधुत्व पर बात की गई है, पर हमारे देश में तो मानव के साथ अन्य प्राणियों, जीव जंतुओं और जड़ चेतन तक के बीच समानता और उनके कल्याण की बात की गई है। समस्त प्राणियों में, चर अचर में ईश्वर के अंश होने का संदेश अगर दुनिया में कहीं से गया है तो हमारे और आपके देश भारत से ही गया है। वसुधैव कुटुंबकम यानी होल वर्ल्ड इज वन फैमिली के रूप में हमारे ऋषियों और मनीषियों द्वारा समस्त विश्व को एक परिवार मानने का आग्रह अगर दुनिया को कहीं से गया है तो हमारे और आपके देश भारत से ही गया है। और यही कारण है कि हमारा देश भारत प्राचीन काल में विश्व गुरु के रूप में मान्य था।